എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മനോഹർ ചില നമ്പറുകളൊക്കെ ഇറക്കുവാണ്. മനോഹറിന് എങ്ങനെയാണ് നിഷയുടെ അടുത്തുനിന്ന് നേരെ സരുവിന്റെ അരിയിലേക്ക് ചെല്ലണം, ഇല്ലെങ്കിൽ ഇനി അവൾ പ്രശ്നം ഉണ്ടാക്കും. അവളെ എങ്ങാനും അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. അതുകൊണ്ട് നിഷയോട് പറഞ്ഞു, അതെ എന്റെ മാമന്റെ ചടങ്ങുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ബോംബെക്ക് പോകണമെന്ന് പറയാം. അവസാനം നിഷ സമ്മതിക്കുകയാണ്. അതേ സഞ്ജയനൊക്കെ കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ കേട്ടോ, മോൾക്കും തോന്നരുതെന്ന് പറയണം. ഇല്ല, ധൈര്യമായിട്ട് രോഹിയേട്ടൻ പോയിട്ട് വരാൻ പറയണം. നിഷയ്ക്ക് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും പുറമെ കാണിക്കുന്നില്ല. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി മനോഹർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് മനോഹർ നേരെ വീട്ടിലേക്ക് വരും. ഈ സമയത്ത് മനോഹറിന്റെ ഉള്ളിലെ ചിന്ത, സരി എന്തെങ്കിലും കണ്ടുപിടിക്കോ ഭഗവാനെ, എങ്ങാനും കണ്ടുപിടിച്ചിട്ട് അതോടുകൂടി തീർന്നു തന്റെ കാര്യം, തന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. ഈ സമയത്ത് പ്രകാശനാണെങ്കിലോ, പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്. കൊള്ളാം, അതായത് 3 മക്കളുടെ അച്ഛനാന്ന് പറയത്ത് പോലിരുന്നു. അപ്പൊ തന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണ്, ഗ്ലാമറാണ്. ഇപ്പൊ താന് ഒന്ന് നോക്കിയിട്ടുണ്ട്, ഏത് പെണ്ണും തന്റെ വലയ വീഴും, ആ ഒരു ചിന്തയായിരുന്നു പ്രകാശന്റെ ഉള്ളിലുണ്ടായിരുന്നേ. അങ്ങനെ പ്രകാശൻ രാവിലെ തന്നെ നല്ല അടിപൊളി ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടും കൂടെ ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഭാനുമതിയമ്മ ചോദിച്ചു, അല്ല മോനെ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കണം. അമ്മേ എനിക്ക് പുറത്തൊന്ന് പോകണമെന്ന് പറയാം, ഇച്ചിരി കാര്യമുണ്ടെന്ന് പറയണം. എന്നാ ശരി മോൻ പോയിട്ട് വരാന്ന് പറയണം. അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി പോവാ. പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പോയത്. കാരണം ഇനിയിപ്പൊ തനിക്കൊന്നും നോക്കാനില്ല, അധികം വൈകാതെ തന്നെ താൻ കാർത്തികയുടെ അമ്മേനെ വിവാഹം കഴിക്കും. പിന്നെ താൻ കമ്പനിയുടെ തലപ്പത്ത് താനുണ്ടായിരിക്കും. പിന്നെ എന്താ പേടിക്കണേ, ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയണം. അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പത്തിന് കാർത്തികയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അല്ല അച്ഛൻ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കും. അല്ല മോളെ പുറത്തൊക്കെ ഒന്ന് പോണായിരുന്നു പറയാം. അച്ഛാ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, അച്ഛനെന്ന് വരുമോന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മോളെ ഞാൻ വരാലോ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശനും കാർത്തിയും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കാർത്തിക പറഞ്ഞു, അച്ഛാ എന്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടെന്ന് പറയണം. അല്ല എന്ത് ഐഡിയകളാ? അതെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോ എന്ന് എന്റെ മനസ്സിലൊരു ആലോചന. ആഹാ കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. അല്ലെങ്കിൽ തന്നെ ആ കിരണിന്റെ കല്യാണിക്കിട്ടും എങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുമായിരുന്നു. കിട്ടിയ അവസരം അവറ്റകള് ഭയങ്കര അഹങ്കാരാ മോളെ എന്ന് പറയണം. കാർത്തിക പറഞ്ഞ്, അതൊക്കെ ശരി തന്നെയാ, അത് ഞാൻ അന്ന് കണ്ടല്ലേ. പിന്നെ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുവാണെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കേണ്ട അച്ഛനും അതോടൊപ്പം തന്നെ വിക്രമാന്ന് പറയണം. വിക്രത്തിന് അതിന്റെ MD സ്ഥാനത്ത് ഇരുത്താനായിട്ടാ എന്റെ പ്ലാൻ എന്ന് പറയണം. ഇത് കേട്ടതും പ്രകാശനാണെങ്കിൽ മനസ്സിലൊരു 1000 പൂത്തിരി ഒരുമിച്ച് കത്തിയ പ്രതീതിയായിരുന്നു. സത്യമാണേ മോളെ നീ പറയണെന്ന് ചോദിക്കാം. അതേ അച്ഛാ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേന്ന് പറയാം. എന്റെ മോളെ നിനക്ക് 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയണം. അതിന്റെ ഒന്നും കാര്യമില്ല. പിന്നെ അച്ഛാ പിന്നെ ശമ്പളത്തിന്റെ കാര്യം, അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ. അല്ല ശമ്പളം പിന്നെ അതിപ്പോ എന്താണല്ലോ ഇല്ല, എല്ലാം വർഷാവസാനം എത്ര രൂപ ലാഭം കിട്ടിയോ അത് പപ്പാതി വീതിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വിക്രത്തിനെ MD ആക്കുവാണെങ്കിൽ പകുതി വിക്രത്തിനും ബാക്കി എനിക്കും, അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു പറയണം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, പ്രകാശം പറഞ്ഞു, അത് മതി മോളെ, അത് മതി, എനിക്ക് സന്തോഷമായി. ഇപ്പൊ തന്നെ ഞാൻ അവനെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ടച്ചാ സാവകാശം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു ആലോചന എന്റെ മനസ്സിലുണ്ട്. എങ്ങനെയുണ്ട് അച്ഛനോടും കൂടെ ഒരു അഭിപ്രായമൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയാം. എല്ലാം കൂടെ നോക്കി നടത്താണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, വിക്രത്തിന് അങ്ങോട്ട് ഒരു MD സ്ഥാനത്ത് ഇരിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കണമെന്ന് പറയാം. ഇത് കേട്ടും പ്രകാശം പറഞ്ഞു, ഈ കാര്യം വല്ല ചോദിക്കാനൊക്കെ ഉണ്ടോ? ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ, അവന് ഇതിന് സമ്മതമായിരിക്കും, 100 വട്ടം സമ്മതമായിരിക്കും. അല്ലെങ്കിലും അവൻ നല്ല കഴിവുള്ളവനാ, നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. അവനൊരു സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തും. അതുകൊണ്ട് മോൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ടെന്ന് പറയാം. പിന്നീട് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ അച്ഛൻ ഇവിടെ വണ്ടി നിർത്തിയാക്കാൻ പറയണം. അതെന്താ മോളെ? അതെനിക്ക് ഒരാളെ കാണാനുണ്ട് ഇവിടെ, ഞാൻ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരാം, അച്ഛനോട് വെയിറ്റ് ചെയ്യാൻ പറയണം. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാർത്തിക അങ്ങോട്ട് കയറി പോവാണ്. കാർത്തിക നേരെ പോകുന്ന ലക്ഷ്മി താമസിക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു. അങ്ങനെ നേരെ ലക്ഷ്മിയുടെ റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, എന്താ മോളെ അയാളുണ്ടോ കൂടെ നിൽക്കും? ഉണ്ടോന്നോ? അയാൾ വന്നിട്ടുണ്ടെന്ന് പറയണം. അയാളുടെ സ്വഭാവം അറിയാലോ, മോക്കറിയാലോ എന്ന് ചോദിക്കണം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലമ്മേ, നിരത്തൊന്നും അല്ല നിക്കണേന്ന് പറയാ. ഞാന് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കയറി വന്നേക്കെന്ന് പറയും. എന്ത്? ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കിളിപോയ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്, സ്വപ്നങ്ങളൊക്കെ നെയ്ത് തുടങ്ങിയെന്നാ തോന്നുന്നേ. ഇത് കേട്ടതും ലക്ഷ്മിയും പറഞ്ഞു, അത് മാത്രമല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാളുടെ മനസ്സിലെ വിചാരം
ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ അയാളാന്ന് ഓർത്തായിരിക്കണേ. എനിക്ക് അയാളെ കാണുമ്പോ എനിക്കുണ്ടല്ലോ അറപ്പാ തോന്നേ. ഒരു ജഡമായിട്ട് എനിക്ക് അയാളെ ഫീൽ ചെയ്യുള്ളൂ. കാരണം ഉണ്ടല്ലോ അന്ന് അത്രമാത്രം ക്രൂരത അയാളും അയാളുടെ അമ്മയും എന്നോട് ചെയ്തേ. അതൊന്നും എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ലെന്ന് കാർത്തിക മോളെന്ന് പറയാ. ഇത് കേട്ടൻ കാർത്തിക പറഞ്ഞു, എന്റെ അവസ്ഥ അത്ര മോശമല്ല ഒന്നും അല്ലമ്മേ. പക്ഷെങ്കില് വേറൊരു നിവൃത്തിയില്ല. ഇപ്പൊ അയാളെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നേ. അയാളുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് ഒന്ന് കാർക്കിച്ച് തുപ്പാൻ വരെ തോന്നുന്നുണ്ട്, അറിയാവോ എന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, ശരിയാ മോളെ, അധികം വൈകാതെ തന്നെ അയാളെ നമുക്ക് കുഴി കൊണ്ട് ചാടിക്കണം എന്ന് പറയാ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അതിനല്ലേ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഈ ഓടി നടക്കുന്നേ. എന്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ഈ 10-25 വർഷമായിട്ട് കാത്തിരുന്ന ആ ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കാലം ഇരുന്നേനി ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞു, എനിക്കറിയാം മോളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കുമെന്ന്. എന്തേ അവൻ എന്തേന്ന് ചോദിക്കണം. ആ കാറിൽ ഇരിപ്പുണ്ട്, ഞാനൊരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിയെന്ന് പറയാം. ഒരു കാരണവശാലും അമ്മ അയാളുടെ മുന്നിലേക്കൊന്നും പോയി ചാടിയേക്കലെന്ന് പറയാം. ഇല്ല മോളെ, അങ്ങനെ ഞാൻ ചാടാൻ പോകുന്നില്ല. അവസാനം അവൻ എന്നെ കാണുന്ന ഒരു ദിവസം വരും, അന്ന് മാത്രം അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്ന് പറയാം. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയും കൂടെ ഇറങ്ങി ചെല്ലുവാണ്. പ്രകാശ് ചോദിച്ചു, എന്തായ കാര്യങ്ങളൊക്കെ? ആളെ കണ്ടോന്ന് ചോദിക്കും. കണ്ടു, കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു പറയാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നേ. മനസ്സ് നിറയെ ഇനി വരാൻ പോകുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പിന്നെ അതിന്റെ തലപ്പത്ത് തന്റെ മോൻ ഇരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടാ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണത് തന്നെ. ഇത് കണ്ടപ്പോ തന്നെ കാർത്തിക്ക് മനസ്സിലായി പ്രകാശ് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നീട് കാണിക്കുന്ന മനോഹർ വീട്ടിലേക്ക് വരുവാണ്. മനോഹർ വീട്ടിലേക്ക് വരുമ്പോ രാഹുൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. രാഹുൽ, ആഹാ നീ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നോന്ന് ചോദിക്കും. ഇത് കേട്ടതും മനോഹർ, എന്റെ അമ്മായിച്ച ഒന്ന് പതുക്കെ പറ, ഇതെന്താടാ നിനക്ക് പേടിയുണ്ടോന്ന് ചോദിക്കും. പിന്നെ പേടിയില്ലാതെ. ഓഹോ, അല്ല ഇത്ര പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ വന്നേ? ആദ്യ രാത്രി കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് പോന്നോ? ഹണിമൂൺ ഒരു 3-4 ദിവസത്തോടെ ആഘോഷിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ പോരാരെന്ന് ചോദിക്കും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറയാൻ നോക്കൊള്ളാം, പക്ഷെ നിങ്ങളുടെ ഈ ഒച്ചപ്പാടും ബഹളമുണ്ടല്ലോ അതിവിടെ വേണ്ട. നിങ്ങളുടെ നാവിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് പോയിട്ട് ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്താ ഞാൻ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയണം. അപ്പോഴാണ് സരയു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സരയു കൊണ്ട് മനോഹരനെ പിന്നെ അച്ഛൻ ചോദിക്കുന്ന കിട്ടും, ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള കാര്യം. ഇത് കേട്ട സരയു പറഞ്ഞു, ചോദിക്കുന്ന കേട്ടില്ലേ, എത്ര ദിവസം കൂടിയാ മനുവേട്ടൻ ഇങ്ങോട്ട് വരുന്നേ, അപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? അച്ഛന് നാണമില്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഒന്നാമത്തെ കാര്യം ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ സമയമാ. ഈ സമയത്ത് എന്റെ ഭർത്താവ് എന്റെ അരി വേണമെന്ന് എനിക്ക് ഒരു തോന്നലൊക്കെ ഉണ്ടാകത്തില്ലേ? എന്നിട്ടാണ് മനുവേട്ടൻ ഇങ്ങോട്ട് വന്ന് കയറി ഉടനെ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നേ എന്ന് ചോദിക്കുക. അല്ല അത് മോളെ, ഞാൻ അച്ഛൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. അച്ഛനാണെങ്കിൽ മനുവേട്ടനെ കണ്ണെടുത്താൽ കാണത്തില്ല, അതല്ലേ അച്ഛന്റെ പ്രശ്നം. ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മനുവേട്ടൻ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ കയ്യെ പിടിച്ചോണ്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ഈ സമയം രാഹുലും മനസ്സിൽ പറഞ്ഞു, ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ നീ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും, അന്ന് നിനക്ക് നിന്റെ അച്ഛനെ മനസ്സിലാവും. അതുവരെ ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ലെന്ന് പറയാണ്. പിന്നീട് സരയും മുറിയിലേക്ക് എന്നിട്ട് ചോദിച്ചു, എന്താ മനുവേട്ട അത്? മനുവേട്ടൻ പോയിട്ട് ആ വഴി പോവാണ് ചെയ്തേ, ഇവരൊന്നും വിളിക്കുന്ന പോലല്ലേ നേരം വേണം. ഞാനാണെങ്കിലോ അറിയാലോ എന്റെ അവസ്ഥ എന്താന്ന്. ഈ സമയത്തല്ലേ മനുവേട്ടൻ്റെ അരികെ വേണ്ടത്, എന്നിട്ട് എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് മോളു അറിയാലോ, മോളിന് നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാന്ന് പറയണേ. എന്ത് തിരക്ക്? രാത്രിയിലും മനുവേട്ടന് തിരക്കാണോ? രാത്രിയിൽ ഒരു കോള് പോലും ഇല്ല, ഒരു മെസ്സേജ് പോലും ഇല്ല, ഞാനിവിടെ ഒരുത്തിയുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല. മോള് ഇങ്ങനെ വിഷമിക്കില്ലേ? ദേ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാവും കേട്ടോ. വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ ഒരു ചിന്ത വേണം. ആ കുഞ്ഞിന് സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അറിയാലോ. നല്ല സന്തോഷമായിട്ടാ നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞു വേണം നമുക്ക് പിറക്കാനായിട്ട്. മോളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് ചോദിക്കാം. പെട്ടെന്ന് സരി പറഞ്ഞു, അതിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ മനുവേട്ട, എന്നോട് ക്ഷമിക്കാൻ പറയാണ്. അങ്ങനെ മനോഹർ സരയുനെയും കൂടെ കയ്യിലെടുക്കുവാണ്. ഈ സമയം മനോഹറിന്റെ ഉള്ളിലൊരു തീയുണ്ട്. എന്റെ ദൈവമേ, നിശ്ചയങ്ങോ ഇങ്ങോട്ടെങ്ങും വിളിക്കില്ല, അവളെ വിളിച്ചിട്ടുണ്ട് അതോടുകൂടി തീർന്നു. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സരയു എങ്ങാനും കോളെടുത്ത പിന്നെ അതും മതി അടുത്ത പ്രശ്നമാകാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് മനോഹർ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.